ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇപ്പോൾ നമ്മളുള്ളത് മെക്സിക്കോയിലുള്ള ഒരു അടിപൊളി വെഡ്ഡിങ് റിസപ്ഷനിലാണ്. ബ്രൈഡ് മെക്സിക്കനാണ്, പാരൻസും മെക്സിക്കൻ തന്നെയാണ്. ഗ്രൂം മെക്സിക്കനാണ്, പക്ഷേ പാരൻസ് ഇന്ത്യൻസാണ്. ഇവിടെ എത്തിയിട്ട് ലൊക്കേഷൻ വെച്ച് വന്നതുകൊണ്ട് ആരെയും കാണാത്തതുകൊണ്ട് സ്ഥലം ഇതുതന്നെയാണോ എന്ന് പിന്നെ ഡൗട്ടായി. പിന്നെ ഹിന്ദി പാട്ട് കേട്ടപ്പോൾ മനസ്സിലായി ഇത് തന്നെ ആയിരിക്കും സ്ഥലം എന്ന്. ഇതാണ് മെയിൻ എൻട്രൻസ്. ഇവിടെ ഒരു വാട്ടർഫോളൊക്കെ ഉണ്ട്, അതിൻ്റെ സൗണ്ടാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. അതൊക്കെ നിങ്ങൾക്ക് ഞാൻ ഫുള്ള് കാണിച്ചു തരാം. സോങ് ഞാൻ ഒഴിവാക്കി, കോപ്പിറൈറ്റ് കിട്ടാൻ ചാൻസ് ഉണ്ട്. ഇവിടെ കുറച്ച് ലൈറ്റ്സൊക്കെ അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് ഇവിടെയുള്ള മൊത്തത്തിലൊരു വ്യൂ കാണിച്ചു തരാം. ഇവിടെ മെക്സിക്കൻസിനെ സംബന്ധിച്ച് ഇന്നത്തെ ദിവസം ദിയ ദെ മുർട്ടോ ആണ്, എന്നുവെച്ചാൽ ദ ഡേ ഓഫ് ദ ഡെഡ്, എന്നുവെച്ചാൽ മരിച്ച ആൾക്കാരെ ഓർമ്മിക്കുന്ന ഒരു ദിവസം. ഇന്ന ദിവസം നമ്മുടെ മരിച്ച ആൾക്കാരുടെ ഫോട്ടോസും പിന്നെ കുറച്ച് ഫ്ലവേഴ്സ് ഡെക്കറേഷൻസും ക്യാൻഡിൽസ് കുറച്ച് ഫുഡ് ഇതൊക്കെ വെച്ചാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്. മരിച്ച ആൾക്കാരുടെ ബ്ലെസ്സിങ്സ് കൂടി കിട്ടുമെന്നുള്ള ഒരു കോൺസെപ്റ്റിലാണോ ഈ വെഡ്ഡിങ് ഇന്ന് വെച്ചത് എന്ന് എനിക്കറിയില്ല. മേ ബി ആയിരിക്കാം, അതിനെക്കുറിച്ച് എനിക്കൊരു ഐഡിയ ഇല്ല. എന്തായാലും അതൊരു അടിപൊളി കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു. ഓൾമോസ്റ്റ് എല്ലാവരും ഫങ്ഷനുള്ള സ്ഥലത്തുള്ളിലാണുള്ളത്. ഇതിൻ്റെ ഫ്രണ്ട് വ്യൂ ആണ്. നമുക്കിനി എന്തായാലും ഉള്ളിലോട്ട് പോയി നോക്കാം. ഇവിടെ ബാക്ക്ഗ്രൗണ്ടിൽ ഹിന്ദി സോങ്സൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ കോപ്പിറൈറ്റ് കിട്ടുമെന്നുള്ള ഡൗട്ട് കൊണ്ട് ഞാൻ പാട്ട് ഡിലീറ്റ് ചെയ്തു. ഇവിടെ ഈ ഫങ്ഷൻ ഇന്ത്യൻ പ്ലസ് മെക്സിക്കൻ രണ്ട് കൾച്ചറും കൂടി ചേർത്താണ് സെറ്റ് ചെയ്തിരിക്കുന്നത്.
ഇവിടെ ഫോട്ടോ സെക്ഷൻ ഇഷ്ടം പോലെ സംഭവങ്ങളുണ്ട്. ഇവിടെ ഒരു മിറർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ബ്രൈഡ് ആൻഡ് ഗ്രൂമിൻ്റെ കുറച്ച് ഫോട്ടോസ് വിത്ത് കാൻഡിൽസ് ഉണ്ട്. ദേ എൻ്റെ കെട്ടിയോ നിൽക്കുന്നു. ഇത് അണ്ടർഗ്രൗണ്ട് ഹാളാണെന്ന് തോന്നുന്നു. ഇതിൻ്റെ ഉള്ളിലൊന്നും ആരെയും കാണുന്നില്ല. എന്തായാലും നമുക്ക് ജസ്റ്റ് ഒന്ന് ഇറങ്ങി നോക്കാം. ഇത് 2 days ഫങ്ഷൻ ആയിരുന്നു. എനിക്ക് തോന്നുന്നു ഇന്നലെ ഇവിടെ എന്തോ ഫങ്ഷൻ കഴിഞ്ഞിട്ടുണ്ട്. ഇന്നലെ നമുക്ക് വരാൻ പറ്റിയില്ല. മൊത്തത്തിൽ അടിപൊളിയാണ് സെറ്റിങ്സൊക്കെ. എന്നാൽ ഈ ഒരു ഏരിയ എനിക്കൊരു സ്പെഷ്യലായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ ഉള്ളിലെത്തിയപ്പോഴേക്ക് ഭയങ്കര സൈലൻറ്റ്. ഈ ഔട്ട് സൈഡുള്ള സൗണ്ടൊന്നും കേൾക്കുന്നേ ഇല്ല. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ അങ്ങനെ ആരെയും കാണുന്നുമില്ല. എന്തായാലും ഇറങ്ങി നമുക്ക് കണ്ടിട്ട് പോവാം.
ഇതിലെ വന്നിട്ട് എത്തുന്നത് ഇതിൻ്റെ ഫ്രണ്ട് മെയിൻ ഏരിയയിലാണ്. ഇവിടെ ഇത്രയേ ഉള്ളൂ എന്ന് തോന്നുന്നു. എന്തായാലും നമുക്ക് തിരിച്ചു പോവാം. അവിടെ എന്തോ ഒരു ഗുഹ പോലെ കാണുന്നുണ്ട്. നമുക്ക് അതിൻ്റെ ഉള്ളിൽ കൂടി പോയി നോക്കാം. സത്യത്തിൽ ഈ സൗണ്ട് കേട്ട് പേടിച്ചുപോയി. ഇവിടെ ഒന്നും ആരെയും കാണുന്നില്ല. എന്തായാലും നമുക്ക് തിരിച്ചു പോവാം. എല്ലാവരും ഉള്ളിൽ ഫങ്ഷൻ നടക്കുന്ന സ്ഥലത്ത് ഇരിക്കുകയാണ്. അതുകൊണ്ടാണ് ഈ ഒരു ഏരിയയിൽ അങ്ങനെ അധികം ആൾക്കാരെ കാണാത്തത്. ഇതാണ് പ്രോഗ്രാം നടക്കുന്ന സ്ഥലം മൊത്തത്തിലുള്ളൊരു സെറ്റിങ്സ്. ഇവിടെ ഇനിയിപ്പോൾ ഡാൻസ് പ്രോഗ്രാംസും ബ്രൈഡ് ആൻഡ് ഗ്രൂം എൻട്രിയും ഇതൊക്കെ ഉണ്ടാവും. ഇപ്പോഴും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഉണ്ട്. അതുകൂടി കൊടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നെങ്കിൽ അടിപൊളിയായതിനെ. പക്ഷെ എന്ത് ചെയ്യാനാ, കോപ്പിറൈറ്റ് വരുന്നുള്ളതുകൊണ്ട് ഇതിവിടെ വെക്കാനും പറ്റില്ല. ഇത് ബ്രൈഡ് ആൻഡ് ഗ്രൂമിൻ്റെ എൻട്രിയാണ്. ഈ മ്യൂസിക് ഞാൻ ഇട്ട് നോക്കാം. കോപ്പിറൈറ്റ് വരുവാണെങ്കിൽ ഞാൻ എന്തായാലും ഡിലീറ്റ് ചെയ്യും. കുറച്ച് ഭാഗം ഞാൻ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. എന്നുവെച്ചാൽ വീഡിയോന് ഭയങ്കര ലെങ്ത് കൂടും, പിന്നെ മ്യൂസിക്കും ഇല്ലല്ലോ. എൻ്റെ ഷോർട്സിൽ ഒരുവിധം ഡാൻസൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് വിത്ത് മ്യൂസിക്. നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഷോർട്സ് നോക്കാം. ഇത് ഗ്രൂമിൻ്റെ അമ്മയാണ്. ഇത് ഇവരുടെ ഒരു പെർഫോമൻസാണ്. മ്യൂസിക് ഇല്ലാത്തതുകൊണ്ട് ഞാൻ കട്ട് ചെയ്യാണ്.
നെക്സ്റ്റ് ബ്രൈഡും ബ്രൈഡിൻ്റെ അച്ഛനും തമ്മിലുള്ള ഒരു പെർഫോമൻസാണ്. ഇതും ഞാൻ തൽക്കാലത്തേക്ക് കട്ട് ചെയ്യാണ്. ഇത് ബ്രൈഡും ബ്രൈഡിൻ്റെ അമ്മയും തമ്മിലുള്ള പെർഫോമൻസാണ്. ആൻഡ് ഫൈനലി നമ്മുടെ ബ്രൈഡ് ആൻഡ് ഗ്രൂമിൻ്റെ പെർഫോമൻസാണ്. കുറച്ച് ക്ലിപ്സൊക്കെ ഞാൻ ഷോർട്സിൽ ഇട്ടിട്ടുണ്ട്. Necesito un fuerte aplauso. Por favor, felicidades. Fuerte aplauso. അങ്ങനെ ഫുഡ് സ്റ്റാർട്ടർ വന്നു. ഫസ്റ്റ് സ്റ്റാർട്ടർ കഴിഞ്ഞ് പിന്നെ ഒരു മഷ്റൂം സൂപ്പാണ് കിട്ടിയത്. ഇത് നല്ല അടിപൊളിയായിരുന്നു, എനിക്കിഷ്ടപ്പെട്ടു. പിന്നെ മെയിൻ കോഴ്സായിട്ട് ചിക്കൻ വിത്ത് സം വെജിറ്റബിൾസ് ആൻഡ് സോസ് എന്താണെന്ന് എനിക്ക് കറക്റ്റ് മനസ്സിലായില്ല. ഒരു പിസ്സ സോസ് പോലൊക്കെ ഉണ്ട്. അടിപൊളി ടേസ്റ്റായിരുന്നു. No voy a llorar. Hoy siento que alguien se va de mi vida. Ahora que ya te vas, de tu serie empieza otra temporada. Ahora con nuevo staff, tu media naranja se. നെക്സ്റ്റ് ഒരു ഡിസേർട്ടായിരുന്നു. ഇത് ചീസ് കേക്ക് വിത്ത് ബ്രൗണി ആണെന്ന് തോന്നുന്നു. പിന്നെ ഐസ്ക്രീമും, പിന്നെ കുറച്ച് ഫ്രൂട്ട്സ് കട്ടിങ്സും, പിന്നെ ഡ്രിങ്ക്സായിട്ട് കുറച്ച് ജ്യൂസും ഒക്കെ ഉണ്ടായിരുന്നു. ഇത് വേറൊരു ടൈപ്പ് ഡിസേർട്ടാണ്. ഇത് ഇന്ത്യൻ ഡാൻസ് പെർഫോമൻസ് ആണ്. ഇത് ബ്രൈഡ് ആൻഡ് ഗ്രൂമിൻ്റെ ഒരു അടിപൊളി ഡാൻസ് പെർഫോമൻസ് ആണ് വിത്ത് ഹിന്ദി സോങ്. നിങ്ങൾക്ക് ഇത് വിത്ത് സോങ് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ ഷോർട്സിലുണ്ട്, എന്തായാലും പോയി കാണാം, അടിപൊളിയാണ്. छूले तो रास्ते आसान हो जाए, तू उठ जाए तो दिल भी चुपके से रोया करे। तेरे हाथ की रोटी में वो सुकून है।
മെക്സിക്കൻസ് ആണ് എന്ത് അടിപൊളിയായിട്ടാണ് നമ്മുടെ ഡാൻസൊക്കെ കളിക്കുന്നതല്ലേ. ഇവിടെ ഡാൻസ് ഒക്കെ അടിപൊളിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ നിങ്ങൾക്ക് എന്താ വേറൊരു സംഭവം കാണിച്ചു തരാം. ഇതിൽ കറക്കിയിട്ട് ഫേസാണ് കിട്ടുന്നതെങ്കിൽ അവരുടെ ഒരു ഫേസ് വെച്ചിട്ടുള്ള ഒരു എന്താ പറയുക ടീഷർട്ട് കിട്ടും, അല്ലെങ്കിൽ ഡ്രിങ്ക്സ് കുടിക്കേണ്ടി വരും. മറ്റേത് ക്യാപ്പാണെന്ന് തോന്നുന്നു. ഞങ്ങൾ രണ്ടുപേരും ജസ്റ്റ് ട്രൈ ചെയ്തു, ഭാഗ്യത്തിന് ഡ്രിങ്ക്സ് മാത്രം കിട്ടിയില്ല. അനേട്ടൻ്റെ ജസ്റ്റ് മിസ്സാണ്, ലെഫ്റ്റിലേക്ക് കുറച്ചുകൂടി പോയിട്ടുണ്ടായിരുന്നെങ്കിൽ ഡ്രിങ്ക്സ് കഴിക്കേണ്ടി വരുമായിരുന്നു. ഇത് അനുവേട്ടൻ്റെ മൂത്തമ്മയും മൂത്തച്ഛനാണ്. ഇനി എന്തായാലും ഇവരുടെ ചെറിയൊരു പെർഫോമൻസ് കാണാം. ഇത് നിങ്ങൾ എൻ്റെ ഷോർട്സിൽ കണ്ടിട്ടുണ്ടാവും. ഇവിടെ അതിനിടയ്ക്കൊരു ഷോക്ക് അടിപ്പിക്കൽ പ്രോഗ്രാം ഉണ്ടായിരുന്നു. അവരിങ്ങനെ ഷോക്ക് അടിപ്പിച്ചതിനെ കൂട്ടി കൊണ്ടുവരും. മാക്സിമം നമ്മൾ എത്ര നേരം പിടിച്ച് നിൽക്കും നോക്കണം. ആദ്യം ചെറുതായിട്ട് കൂട്ടി, പിന്നെ ലാസ്റ്റ് ആയപ്പോഴത്തേക്ക് നല്ലോണം കൈയൊക്കെ തെറിച്ച് അവസാനം നമ്മൾ വിട്ടു. ഇപ്പോൾ കുറേ ആൾക്കാരൊക്കെ പോയി. ഏകദേശം 12 മണിയൊക്കെ കഴിഞ്ഞു, 1 മണിയായെന്ന് തോന്നുന്നു. ഇവിടെ ബർഗർ കൊടുക്കുന്നുണ്ടായിരുന്നു, അങ്ങനെ നമ്മൾ 2 ബർഗറൊക്കെ വാങ്ങി. ഡാൻസും മ്യൂസിക്കൊന്നും എപ്പോഴും നിർത്തിയിട്ടില്ല, ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു എൻട്രൻസ് കാണിച്ചു തരാൻ വിട്ടുപോയി. എന്തായാലും ഞാൻ നിങ്ങൾക്ക് ഈ ഒരു എൻട്രൻസ് കാണിച്ചു തരാം. ഇവിടെ ഒരു ഫ്രൂട്ടിൻ്റെ ചെടിയാണ്, കുട്ടി നാരങ്ങയാണെന്ന് തോന്നുന്നു. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇവിടെ ദിയാ ദെ മുർത്തോസ് സെലിബ്രേഷൻ്റെ ഡേ ആണിന്ന്. അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ കുറച്ച് മരിച്ച ആൾക്കാരുടെ ഫോട്ടോസും ചുറ്റും കാൻഡിൽസും ഒക്കെ വെച്ചിട്ടുണ്ട്. ഇത് പിന്നെ നമുക്ക് ഫങ്ഷൻ കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് ഗിഫ്റ്റാണ് വീട്ടിൽ കൊണ്ടുപോകാനുള്ളതാണ്. ഇവിടെ ഈ ദിയാ ദെ മുർത്തോസിന് ഈ പൂവിന് എന്തോ ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് തോന്നുന്നു. ഇത് നമ്മുടെ നാട്ടിലെ ജമന്തി എന്നല്ലേ പറയുക, നമ്മൾ ജമന്തി എന്നാണ് പറയുന്നത്. ആ പൂവിന് എന്തോ ഇമ്പോർട്ടൻസ് ഉണ്ട്, എനിക്കറിയില്ല കറക്റ്റ് എന്താണെന്ന്. ഈ ജമന്തി ഇന്നത്തെ ദിവസം ഞാൻ ഈ ഔട്ട് സൈഡ് അധിക സ്ഥലത്തും കണ്ടിട്ടുണ്ട്.
1 മണിയൊക്കെ കഴിഞ്ഞു ഞങ്ങളും ഗിഫ്റ്റൊക്കെ എടുത്ത് പോവാൻ നോക്കാണ്. ലാസ്റ്റ് കുറച്ച് ഫ്ലവേഴ്സും കിട്ടി. ആ ഫ്ലവേഴ്സൊക്കെ ഒറിജിനലാണ് കേട്ടോ ഡെക്കറേറ്റ് ചെയ്തതൊക്കെ. അങ്ങനെ വീട്ടിലെത്തി ഉറങ്ങുമ്പോഴേക്ക് 3 മണിയായി. പിന്നെ എണീറ്റത് രാവിലെ 11 മണിയായി എണീക്കാൻ. ഇന്നലെ കിട്ടിയ ഫ്ലവേഴ്സാണ്. കുറച്ചേരം നിൽക്കുന്നു തോന്നുന്നു. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നായിരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ഇട്ട് വീണ്ടും കാണാം. ബൈ.